ഹായ് ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഓഫീസ് അറ്റൻഡർ എന്ന പോസ്റ്റിലേക്ക് നടന്ന പരീക്ഷയില് മാത്സ് ആൻഡ് മെന്റലിറ്റി ഭാഗത്തു നിന്നുള്ള 20 ചോദ്യങ്ങൾ അവരുടെ ഉത്തരങ്ങളാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LGS ലെവലിലുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു. അപ്പോൾ 20 മാത്സില് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന LGS ആയിരുന്നാലും LDC ആയിരുന്നാലും ആ പരീക്ഷകൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് എന്നാണ്. 4 ഓപ്ഷൻ ഉണ്ട്, 4 ഭിന്നസംഖ്യകളാണ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്നാണ്. ആദ്യം നോക്കുക 16/10 എന്നാണ് ആണല്ലോ. 16/10 പിന്നെ 1 3/5 5/8 8/5. ഓക്കെ, അപ്പോ ഈ 16/10 നമുക്ക് എന്ത് ചെയ്യണം, ആ 16/10 ഒന്ന് ചെറുതാക്കാമല്ലോ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 ചെറുതാക്കുകയാണെങ്കിൽ 16 2 എത്ര പ്രാവശ്യം ഉണ്ട്, 8 പ്രാവശ്യം ഉണ്ട്. 10 5 പ്രാവശ്യം ഉണ്ട്. ക്ലിയർ ആണല്ലോ. 2 വെച്ചും ചെറുതാക്കുക, അല്ലെ 2 വെച്ച് വെട്ടി ചെയ്യാം. 16 2 8 പ്രാവശ്യം, 10 2 5 പ്രാവശ്യം ആണല്ലോ. ഓക്കെ, അപ്പൊ 8/5 എന്ന് കിട്ടി ആണല്ലോ. ഈ 8/5 ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയും ഉണ്ട്. ഓക്കെ, 8/5 ഉണ്ട്. അപ്പൊ ഇതും എന്തിനാണ്, 8/5 തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ 2 ഓപ്ഷൻ 8/5 ആണല്ലോ. അപ്പം ഈ ബി എന്തിനായിരിക്കും, 8/5 തന്നെയായിരിക്കും. കാരണം ഇവിടെ എന്താ, ഇവിടെ 5/8 ഉള്ളത് ആണല്ലോ. അപ്പൊ ബാക്കി 3 8/5 വരേണ്ടത്. ഓക്കെ, ആ ഒരു ലോജിക്ക് വെച്ച് എന്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്യാം, അപ്പൊ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ 1 3/5 അവിടെ ഒന്ന് മാറ്റാം. ഇവിടെ 1 3/5 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മാറ്റുന്ന, അങ്ങനെ മാറ്റും. അതൊരു മിശ്രഭിന്നമാണ് ആണല്ലോ, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ഛേദം കൊണ്ട് സൈഡിലോട്ട് ഗുണിക്കുക. 5 × 1 പ്ലസ്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലസ് ചെയ്യുക 3, മൊത്തം /5 കൊടുക്കുക. ഓക്കെ, ഛേദം കൊണ്ട് ക്രോസ് ചെയ്ത് ഗുണിക്കുക, എന്നിട്ട് അംശം കൂട്ടുക. 5 × 1 എത്ര, 5 5 + 3 എന്ന് കിട്ടും. 5 + 3 എത്ര, 8. അതും എത്ര തന്നെയാണ്, 8/5 ആണല്ലോ. അപ്പോ ആ സി എന്ന ഓപ്ഷൻ പോയിട്ട് ബാക്കി 3 എന്താണ്, ബാക്കി 3 8/5 തുല്യമാണ്. ക്ലിയർ ആണോ? അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാവും? സ്ഥിരം ചോദ്യമാണ് ഹസ്തദാനം. ഓക്കെ, അപ്പൊ 10 പേര് പരസ്പരം ഹസ്തദാനം ചെയ്യുന്നതാണ് പറയുന്നത് ആണല്ലോ. അപ്പോ അവിടെ എന്ത് ചെയ്യണം, നമ്മളെ ഇക്വേഷൻ n × n-1/2 ആണ്. n × n-1/2 ആണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്ന് വെച്ചാൽ എത്രയാണ്, 10 ആണ് ആണല്ലോ. അപ്പൊ 10 × എന്ത് ചെയ്യാ, 10 × n-1 എന്ന് പറയുമ്പോൾ 10 - 1 എത്ര, 9/2 ഈക്വൽ ടു 10ഉം 2ഉം വെട്ടി 5 പ്രാവശ്യം. 5 × 9 45. 5 × 9 45 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമല്ലേ. അപ്പൊ ഹസ്തദാനം വരുമ്പോൾ n × n-1/2 ആണ്, ഓർമ്മിക്കുക. ഓക്കെ, അതായത് ആദ്യത്തെ ആള് ബാക്കിയുള്ള 9, അതിപ്പോ 10 എടുത്ത് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ ആള് ബാക്കിയുള്ള 9 പേർക്ക് എന്ത് ചെയ്യും, ഹസ്തദാനം കൊടുക്കും ആണല്ലോ, 9. പിന്നെ എന്ത് ചെയ്യും, രണ്ടാമത്തെ ആളോ ബാക്കിയുള്ള 8 പേർക്കായിരിക്കും ഹസ്തദാനം കൊടുക്കുന്നത്, 8. അടുത്ത ആളോ ബാക്കിയുള്ള 7 പേർക്ക് എന്ത് ചെയ്യും, ഹസ്തദാനം കൊടുക്കും. പിന്നെ അടുത്തത് 6 5 3 2 1 വരെ അങ്ങനെ പോകും. ഓക്കെ, 10ാമത്തെ ആള് ബാക്കി 9 പേർക്ക് ഹസ്തദാനം കൊടുക്കുള്ളൂ ആണല്ലോ. അപ്പൊ 9 ഷേക്ക് ഹാൻഡ് ആണ് വരുന്നത്. ഇതേ അങ്ങനെ ആലോചിക്കുക. ബാക്കിയുള്ള ഓരോന്നും ഒന്ന് വെച്ച് കുറഞ്ഞു വരും. 9 8 7 6 പറയണ്ടല്ലോ. അത് എന്ത് അതിലൂടെ കൂട്ടിയാലും മതി. ഇപ്പൊ ഒരു 6 പേരാണെങ്കിലോ 5 4 3 2 1 ഇതിലൂടെ കൂട്ടുക. ഓക്കെ, അല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചു ചെയ്യുക n × n-1/2. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് ആണല്ലോ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലോട്ട് അതാണിത് അവരോഹണ ക്രമം എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അതായത് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ ഇതിൽ മൂന്നാമതായിട്ട് വരുന്ന സംഖ്യ എന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ ആദ്യം ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏടാ, ഏറ്റവും വലിയ സംഖ്യ 145 ആണല്ലോ. അപ്പൊ 145 ആദ്യത്. അടുത്ത രണ്ടാമതോ 125 അല്ലേ, 125 രണ്ടാമത്. അടുത്തതുകൊണ്ട് 121 മൂന്നാമത് വരുന്നത്, അല്ലേ? അപ്പൊ മൂന്നാമത് വരുന്ന സംഖ്യ എന്ന് ചോദിച്ചപ്പോ എത്ര, 121. ഓക്കെ, എളുപ്പമുള്ള ചോദ്യം. അടുത്ത BDE EGH HJK
ഈ ശ്രേണിയിലെ അടുത്ത പദമാണ് ചോദിച്ചോളൂ. നോക്കടാ, ഇവിടെ ബി ഡി ഇ എന്ന് പറയുമ്പോൾ എന്ത് പ്രത്യേകത? ഇവിടെ ബി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഉണ്ടോ? സി ഇല്ല അല്ലേ? സി ഇല്ല, അതിന് വരുന്നുണ്ട് തൊട്ടടുത്ത ഡിയും ഇയും ഉണ്ട്. ഒരു ലെറ്റർ സ്കിപ്പ് ചെയ്തു ആണല്ലോ. അടുത്ത ഇവിടെ നോക്കിയാലോ, രണ്ടാമത്തേല് ഇ ഉണ്ട് ആണല്ലോ, എഫ് സ്കിപ്പ് ചെയ്തു, ജി എച്ച് ഉണ്ട് അല്ലെ? ജി എച്ച് അടുത്ത രണ്ട് ഒരുമിച്ചുണ്ട്. ഓക്കെ, ഇടയ്ക്കുള്ള ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത എച്ചിൽ തന്നെ വീണ്ടും സ്റ്റാർട്ട്, എച്ച് കഴിഞ്ഞിട്ട് ഐ ഇല്ല, ഐ സ്കിപ്പ് ചെയ്ത് ജെയും കെയും ഉണ്ട്. അപ്പൊ അടുത്ത എയിൽ സ്റ്റാർട്ട് ചെയ്യണം, കെയിൽ സ്റ്റാർട്ട് ചെയ്യണം. കെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഒരെണ്ണം സ്കിപ്പ് ചെയ്യണം അല്ലേ? സ്കിപ്പ് ചെയ്യുമ്പോൾ കെ കഴിഞ്ഞിട്ട് എച്ച് ഐ ജെ കെ എല്ലാണ് വരുന്നത് അല്ലേ? അപ്പൊ എല്ല് പോയിട്ട് ബാക്കി രണ്ടെണ്ണം എമ്മും എന്നും, കെ എം എൻ. അപ്പൊ ഒരു ലെറ്റർ തൊട്ടടുത്ത ലെറ്റർ എന്ത് ചെയ്യുന്നു? സ്കിപ്പ് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത രണ്ട് ലെറ്റർ എഴുതുന്നു, കെ എം എൻ. ഓക്കെ, ഉദ്ദേശിച്ച് കിട്ടി കാണണം. അടുത്ത ചോദ്യമോ, ഒറ്റയാനെ കണ്ടെത്തുന്നതാണ്. ഇവിടെ എന്തോടാ? 12:37 നോക്കിയോ. നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ കിട്ടത്തില്ല, കാരണം ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 12:37 എന്ന് പറയുമ്പോൾ 12×3 എത്ര? 36 അല്ലേ? 12×3 36 ആണ്. +1 37 ആണല്ലോ. അതേപോലെ 7×3 ആണ് എത്ര? 21. +1 ആണ് 22 ആണല്ലോ. അപ്പൊ 15×3 ആണ് 45. +1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 46 കിട്ടും ആണല്ലോ. ഓക്കെ, അപ്പോ ഒരു സംഖ്യ അല്ലെ, ആദ്യത്തെ സംഖ്യ എത്ര ഉണ്ട്? 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു ആണല്ലോ. അങ്ങനെ ഇവിടെയോ 8. 8നെ എത്ര? 3 കൊണ്ട് ഗുണിച്ച് 24 ആണ് വരുന്നത് ഇല്ലേ? 24 ആണ്. +1 എടുത്താൽ 25 ആണ് വരേണ്ടിയിരുന്നത് ആണല്ലോ. 25 ആണ് വരേണ്ടിയിരുന്നത്. അപ്പോ ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ബാക്കി എല്ലാ സംഖ്യയും 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുന്നതാണ് കേട്ടല്ലോ. 8 4 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുന്നതാണ് കേട്ടോ. 4 × 8 എത്ര? 32 അല്ലേ? 4 × 32 ആണ്. +1 ആണ് 33. ഓക്കെ, അടുത്ത് 32ന്റെ സ്ക്വയർ 1024 ആയാൽ 0.00124ന്റെ വർഗ്ഗമൂലം എത്രയാണ്? ഓക്കെ, നോക്കട്ടോ. ഈ ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് അല്ലെ വർഗ്ഗമൂലം കാണാൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോർമലി നമ്മളെ വർഗ്ഗമൂലം കണ്ടുപിടിച്ചിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ സ്ഥാനം, ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടോ അതിന്റെ പകുതി സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. ക്ലിയർ ആണോ? എന്തോ ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അതിന്റെ പകുതി സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഈ സംഖ്യയില് എന്തുകൊണ്ട് എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് ആയിട്ട് 1 2 3 4 5 6 സ്ഥാനമുണ്ട് ആണല്ലോ. 6 സ്ഥാനമുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ വർഗ്ഗമൂലം എടുക്കുമ്പോൾ എത്ര സ്ഥാനം? 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക ആണല്ലോ. 1024 ഏതിന്റെ സ്ക്വയർ ആണ്? 32 സ്ക്വയർ ആണ് അവിടെ ഉണ്ട് അല്ലേ? 32 സ്ക്വയർ ആണ് 1024. ഓക്കെ, അപ്പൊ 1024 റൂട്ട് എന്ന് പറയുമ്പോൾ 32 ആണ്. 32 ആണ് ആണല്ലോ. ഇവിടെ നമ്മള് സംഖ്യയില് 6 സ്ഥാനം ഉള്ളതുകൊണ്ട് അതിന്റെ വർഗ്ഗമൂലം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? അതിന്റെ പകുതി 3 സ്ഥാനം മാറ്റി കൊടുക്കുക. ഓക്കെ, 3 സ്ഥാനം മാറ്റാനായിട്ട് ഇവിടെ 1 സ്ഥാനമുണ്ട്, 2 സ്ഥാനമുണ്ട്, മൂന്നാമത്തെ ഇല്ല. അപ്പൊ എന്ത് കൊടുക്കുക? ഒരു 0 കൊടുത്തിട്ട് ഇപ്പുറത്ത് പോയിന്റ് കൊടുക്കുക. 3 സ്ഥാനമായല്ലോ. ഓക്കെ, അപ്പൊ 0.032 ഒക്കെ അറിയാമായിരിക്കും അത്യാവശ്യം പഠിക്കുന്നവർക്ക്. ഓക്കെ, 0.032 കേട്ടല്ലോ. ദശാംശ സംഖ്യകളിൽ വർഗ്ഗമൂലം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? എത്ര സ്ഥാനമുള്ള പകുതി സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. ഓക്കെ, ഓർമ്മിക്കേ. 28 ഭാജ്യ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. 28 ഭാജ്യ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. എപ്പോഴും ഘടകങ്ങളുടെ എണ്ണം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് സംഖ്യ ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക, ഘടകക്രിയ ചെയ്യുക. 28 ഘടകക്രിയ ചെയ്താൽ 2 14. അഗൈൻ 2 7. ഇനി പോകില്ലല്ലോ. അതായത് 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 2ന്റെ സ്ക്വയർ ഇൻറ്റു എത്ര? 7. ഓക്കെ, ഇതാണ് വരുന്നത്. 2ന്റെ സ്ക്വയർ ഇൻറ്റു 7 ആണല്ലോ. അപ്പൊ 2 പ്രാവശ്യമുണ്ട്, 7 ഒരു പ്രാവശ്യമുണ്ട് ആണല്ലോ. ഇനി ഘടകങ്ങൾ എണ്ണം ചോദിക്കുമ്പോൾ അവിടെ നോക്ക്, ഇവിടെ 2 പ്രാവശ്യം ഉണ്ടല്ലോ, 2 പ്രാവശ്യമുണ്ട്. ഓക്കെ, അതിനിടെ 1 കൂട്ടുക. ഓക്കെ, ഇവിടെ 7 എത്ര പ്രാവശ്യമുണ്ട്? ഒരെണ്ണേ ഉള്ളൂ ആണല്ലോ. അപ്പൊ 1 + 1 എടുക്കുക. 2 + 1 എത്ര? 3 ആണ്. 3 × 1 + 1 2 അല്ലേ? 2. 3 × 2 എത്ര? 6 എന്ന് കിട്ടും. 6 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഘടകക്രിയ ചെയ്തിട്ട് ഓരോന്നും എത്ര എണ്ണം ഉണ്ടോ
അതിനേക്കാളും ഒന്ന് കൂടുതൽ കൊടുക്കാം. കണ്ടല്ലോ? ഓക്കെ, ഒന്ന് കൂടുതൽ കൊടുക്കുക, എന്നിട്ട് തമ്മിൽ അങ്ങ് ഇൻറ്റു ചെയ്യാം. ഇനി ഒരേ സംഖ്യയാണ് വരുമ്പോൾ 32 വരുന്നത് ചോദിച്ചോ. 32 ഒരേ സംഖ്യയുടെ എന്താ ഒരേ സംഖ്യ കൊണ്ട് മാത്രം ഘടകഗ്രഹം ചെയ്ത് പോകുന്നതാണെങ്കിൽ 16, 8, 2, 4, 2 ഇവിടെ 2 പ്രാവശ്യമുണ്ട്, 5 പ്രാവശ്യമുണ്ട് ഇല്ലേ? 2/5 ആണല്ലോ, 5 പ്രാവശ്യമുണ്ട് ആണല്ലോ. അപ്പൊ ഇവിടെ ഘടകങ്ങൾ എണ്ണം എന്തായിരിക്കണം? ഇവിടെ 2/5 അല്ലേ, ഒന്ന് കൂട്ടിയാൽ മതി. എത്ര? 6. ഓക്കെ, ഒന്ന് കൂട്ടി എഴുതുക 6. വ്യത്യസ്ത സംഖ്യകൾ വരുമ്പോൾ എന്ത് ചെയ്യാം? ഒന്ന് കൂട്ടിയിട്ട് എല്ലാം തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്യാൻ ഇവിടെ ഇപ്പൊ 6 ആൻസർ. 6 6. ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്യാം. 144 144 144 2 വെച്ച് 72 2 വെച്ച് 36 2 വെച്ച് 18 സോറി 2 വെച്ച് 2 9 3 3 ഇങ്ങനെയല്ലേ പോകുന്നത് ആണല്ലോ. അപ്പൊ 2 പ്രാവശ്യമുണ്ട്, 4 പ്രാവശ്യമുണ്ട് ഇല്ലേ? 2 4 പ്രാവശ്യമുണ്ട്, 3 2 പ്രാവശ്യമുണ്ട്. ഇപ്പൊ ഘടകങ്ങൾ എണ്ണം ചോദിച്ചാൽ എന്ത് ചെയ്യാം? ഈ 4-നോട് 1 കൂട്ടി 5 ഇൻറ്റു ഇവിടെ 2-നെ 1 കൂട്ടി എത്ര? 3. 2-നോട് 1 കൂട്ടിയ 3, 5-ന് 3 എത്ര? 15. ഇതായിരിക്കും ഘടകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത്. കേട്ടോ? ഘടകഗ്രഹം ചെയ്യുക, എന്നിട്ട് എത്ര എണ്ണം ഉണ്ടോ അതിനെക്കാട്ടി 1 കൂട്ടിയിട്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇവിടെ 6 ആയിരിക്കും ആൻസർ. ഇനി അടുത്ത ചോദ്യം 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3/1000. 6ാം ക്ലാസ്സിലും 5 ആണെന്ന് തോന്നുന്നു കേട്ടല്ലോ. 6-ൽ തന്നെ തോന്നും. പഴയ ടെസ്റ്റില് സ്ഥാനവില അനുസരിച്ചൊക്കെ എഴുതാനുണ്ടായിരുന്നു കേട്ടല്ലോ. ആ ഒരു മോഡലാണ് ചോദിച്ചിട്ടുള്ളത് തോന്നുന്നു. ഇവിടെ 3 × 10 എന്ന് പറയുമ്പോൾ എത്രയെന്ന് അറിയാം നമുക്ക്? 30 ആണെന്ന് അറിയാം. 30. ഓക്കെ, അടുത്തോ 5 × 1 5 × 1 5 ആണെന്ന് പറയാം. 5. ഇനി 8/10 ചെയ്താലോ എത്രടാ? 8/10 എന്ന് പറയുമ്പോൾ 0.8 ആണ്. 0.8 ആണ് ആണല്ലോ. പ്ലസ് 3/1000 ചെയ്താലോ? 3/1000 എന്ന് പറയുമ്പോൾ എത്ര ഇടാം? നമ്മളിപ്പോ ബൈ 10, 100, 1000 ചെയ്യുമ്പോൾ നമ്മൾ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനമായിട്ട് പോയിന്റ് കൊടുക്കും. ക്ലിയർ ആയോ? എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനമായിട്ട് പോയിന്റ് കൊടുക്കാം. അവിടെ നമുക്ക് 3 എഴുതിയിട്ട് ബൈ 1000 അല്ലേ കിടക്കുന്നത്? ബൈ 1000 ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? 3 സ്ഥാനം, അവിടെ 3 പൂജ്യങ്ങളുണ്ട്, 3 സ്ഥാനമായിട്ട് പോയിന്റ് എടുക്കാം. അപ്പൊ ഇവിടെ ഒരു സ്ഥാനം ഉണ്ട്, ബാക്കി 2 എണ്ണത്തിന് പകരം 0 കൊടുത്തേ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതെല്ലാം ഒന്ന് കൂട്ടുക. നമുക്കറിയാം 35 35 എന്നറിയാം. 35 പ്ലസ് 0.5 0.8 ഉണ്ട്, 0.003 ഉണ്ട്. കണ്ടോ? എഴുതുന്നുണ്ടല്ലോ. വേണമെങ്കിൽ ഇവിടെ 0 0 0 കൊടുക്കാം ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, എപ്പോഴും ആ ഡെസിമൽ സ്ഥാനം, ദശാംശ സ്ഥാനം എപ്പോഴും എന്ത് ചെയ്യുക? ഒരേപോലെ ഒരേ ലെവലിൽ കൊടുക്കുക. വേണ്ടല്ലോ. ഓക്കെ, ഇനി കൂട്ടുമ്പം 3 ഇവിടെ 0 8 വേറെ സംഖ്യ ഒന്നുമില്ലല്ലോ. ഓക്കെ, ബാക്കി 35. 35.803 എന്ന് കിട്ടും കേട്ടല്ലോ. ആണ് ഓപ്ഷൻ ഡി. 35.803 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, ഈ 10, 100, 1000 കൊണ്ടൊക്കെ ഹരിക്കുമ്പോൾ ആ സംഖ്യ എഴുതിയിട്ട് എന്ത് ചെയ്യുക? എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനമായിട്ട് പോയിന്റ് കൊടുക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണാനാണ്. എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ അത് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കൃത്യമായിട്ട്. എന്നിട്ട് എളുപ്പത്തിൽ പറയാം. എക്സിന്റെ 15% എന്ന് പറയുമ്പോൾ x × 15/100 ഈക്വൽ ടു വൈയുടെ 40% എന്ന് പറയുമ്പോൾ y × 40/100. 2 100 വെട്ടി. എന്നിട്ട് ഈ y നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നിടാം. അപ്പൊ എന്താ അവിടെ? x/y എന്നാവും. ആണല്ലോ, x/y എന്നാവും. എന്നിട്ട് 15 അപ്പുറത്ത് പോകുമ്പോൾ 40 അവിടെ ഓൾറെഡി ഉണ്ട്, 40/15 എന്നാവും. ഓക്കെ, ഇനി ഇത് വെട്ടി ചെയ്യാം. 5 വെച്ച് ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 8 പ്രാവശ്യം. അപ്പൊ x/y എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 8/3 കിട്ടി ആണല്ലോ. അതായത് x/y എപ്പോ എത്രയാണ്? 8/3 ആണ്.
ഓക്കെ 8/3 കിട്ടും. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു മോഡൽ വരുമ്പോൾ എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ എന്നുണ്ടല്ലോ ആ സംഖ്യയാണ് തിരിച്ചങ്ങിടുക. എത്ര? 40 ആദ്യം എഴുതി 15 രണ്ടാം കൊടുത്തു. ഡയറക്റ്റ് റേഷ്യോ ഇട്ടായി പറഞ്ഞല്ലോ 8 പ്രാവശ്യം 3 പ്രാവശ്യം. അല്ലാതെ ശതമാനം നോക്കി അതുകൊണ്ട് ചെയ്യാൻ നിൽക്കേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, അവിടെ എക്സിന്റെ 15% വൈയുടെ 40% ആണല്ലോ, നേരെ തിരിച്ചങ്ങിടുക. 40 15 40/15 ആയിരിക്കും വേണ്ടത് അവിടെ. ഓക്കെ, ഇപ്പൊ എക്സിന്റെ 20% വൈയുടെ 30% തുല്യം എന്ന് പറഞ്ഞാൽ 30/20 ആയിരിക്കും കേട്ടോ. നേരെ തിരിച്ചങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം 8ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. കൂടുതൽ SCRT ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന് ഇരട്ടിയാകും എങ്കിൽ വിജയന്റെ വയസ്സ് എത്രയെന്നാണ്. അപ്പൊ അജയന് ഇപ്പൊ എന്താണ്, വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട് ആണല്ലോ. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. അടുത്ത വർഷം എന്താവുന്നത്, ഇത് ഇരട്ടിയാവുന്ന പറഞ്ഞത്. അപ്പോ അജയനും വിജയനും, ഇപ്പോ അജയൻ ഇത് വിജയനാണ് വിചാരിക്കുക. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതൽ കാണുന്നല്ലോ. അപ്പൊ അജയന് വിജയനേക്കാൾ, അപ്പൊ വിജയന് എക്സ് എടുത്താൽ അജയന് 10 വയസ്സ് കൂടുതൽ ആണല്ലോ. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് ആണല്ലോ. അപ്പൊ വിജയന്റെ വയസ്സ് അറിയാമെങ്കിൽ അജയന്റെ അറിയാം. ഇപ്പൊ വിജയന് 5 വയസ്സാണെങ്കിൽ 10 കൂട്ടിയാൽ മതി, അജയന് കിട്ടും ആണല്ലോ. അതേപോലെ വിജയന്റെ വയസ്സ് അറിയാമെങ്കിൽ അജയന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ എന്ത് ചെയ്യും, വിജയന്റെ എക്സ് ആയിട്ട് എടുത്ത് ആണല്ലോ, മറ്റേ 10 കൂടുതലാണ് ആണല്ലോ. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ 2 പേർക്ക് എത്ര വെച്ച് കൂടുക, വയസ്സ് 1 വെച്ച് കൂടും ആണല്ലോ. 1 വെച്ച് കൂടും. ഇപ്പൊ എക്സ് ആണ് വയസ്സെങ്കിൽ അടുത്ത വർഷം ആകുമ്പോൾ എന്താവും, x+1 ആവും. മറ്റേ ആൾക്കോ x+11 ആവും ആണല്ലോ. അടുത്ത വർഷം 1 കൂടി. ഓക്കെ, അപ്പൊ അടുത്ത വർഷം അജയന്റെ പ്രായം എന്തുണ്ട്, വിജയന്റെ പ്രായത്തിന് ഇരട്ടി എന്ന് പറയുമ്പോൾ ഇത് അജയന്റെ പ്രായം ഈക്വൽ ടു എന്താ, വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടി എന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന് ഇരട്ടി. അപ്പൊ അജയന്റെ പ്രായം ഈക്വൽ ടു വിജയന്റെ പ്രായത്തിന് ഇരട്ടി എന്നല്ലേ, അപ്പൊ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി എന്ത് ചെയ്യാം, ഓർന്നിട്ട് ഈ രണ്ടും ഉണ്ടാകത്തോണ്ട് ഇന്ത്യ ആയല്ലോ. x+11 സമം 2 × x 2x പ്ലസ് 2 × 1 എത്ര 2. ഓക്കെ, ഇനി എക്സ് ഒക്കെ ഒരുമിച്ചാകും, സംഖ്യകളൊക്കെ ഒരുമിച്ചാകാമേ. 11 അവിടെ ഇട്ടിട്ട് ഈ +2 ഇപ്പുറത്തൊന്നും എന്താവും, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, മൈനസ് ആവും. -2 ഈക്വൽ ടു 2x അതുപോലെ എഴുതിയിട്ട് ആ എക്സിനെ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്താ ഇടാം, -x ആയി. ഓക്കെ ആണോ. 11 - 2 എത്ര 9. 9 സമം 2x നിന്ന് x എന്ന് വെച്ചാൽ എത്ര കുറയ്ക്കുമ്പോ, x എന്ന് വെച്ചാൽ 1x ആണ്. അപ്പൊ 2x നിന്ന് 1x കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1x കണ്ടോ. അപ്പൊ x എത്ര കിട്ടി, 9 എന്ന് കിട്ടി ആണല്ലോ. അപ്പൊ വിജയന്റെ വയസ്സ് എത്ര 9. ഓക്കെ ആണോ. ഓക്കെ, അപ്പൊ അജയന് വിജയനൊക്കെ 10 വയസ്സ് കൂടുതലുണ്ട്. അപ്പൊ വിജയന്റെ എക്സ് എടുത്ത് അപ്പൊ അജയൻ എന്ത് വരും, 10 കൂടില്ല. അപ്പൊ x+11 വരും. അടുത്ത വർഷം ആകുമ്പോൾ 2 പേർക്ക് എത്ര കൂടും, 1 വീതം കൂടും ആണല്ലോ. അപ്പോ വിജയൻ x+1 ആയി, അജയൻ x+11 ആയി. ബാക്കി ഇക്വേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന് ഇരട്ടി എന്നുണ്ട് ആണല്ലോ. അപ്പൊ അജയന്റെ പ്രായം x+11 ആണ്, വിജയന്റെ പ്രായത്തിന് ഇരട്ടി ആക്കി കൊടുത്തു. ഓക്കെ, അടുത്ത ചോദ്യം 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3-ഉം അടുത്ത് 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6-ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8-ഉം ഷിഫ്റ്റ് വരുന്നത്. 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8-ഉം ഷിഫ്റ്റ് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. PSC പരീക്ഷ മുമ്പ് ചോദിച്ചുള്ള മോഡലാണ്. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3 വരണം, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6 വരണം, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 വരണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മോഡൽ എപ്പോഴും നമ്മുടെ ഹരിക്കുന്ന സംഖ്യയും നമ്മുടെ ഷിഫ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും തുല്യമായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇവിടെ 9 ഇവിടെ 3 അല്ലേ, എത്രയുടെ വ്യത്യാസം, 6ന്റെ വ്യത്യാസമുണ്ട് അല്ലേ, 6ന്റെ വ്യത്യാസമുണ്ട്. 12ഉം 6ഉം നോക്കിയാലോ അവിടെയും 6ന്റെ വ്യത്യാസമുണ്ട്. 4ഉം 18 നോക്കിയാലും അവിടെയും 6ന്റെ വ്യത്യാസമുണ്ട്. ഉണ്ടാവും, ആ വ്യത്യാസം എപ്പോഴും സെയിം ആയിരിക്കും 6. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഈ ഹരിക്കുന്ന 9, 12, 14 ഉണ്ടല്ലോ, ആ 3ന്റെയും ലസാഗു എടുക്കുക. 9, 12, 14 3ന് ലസാഗു കൊടുക്കുക. ഓക്കെ, ഞാൻ 9, 12 ഞാൻ 3 വെച്ച് ചെയ്യണടാ. 3 വെച്ച് 9 3 പ്രാവശ്യം, 12 4 പ്രാവശ്യം, 14 പോകൂല. അതുകൊണ്ട് എന്ത് ചെയ്യാം, അതേപോലെ കിട്ടുന്നതായി. ഓക്കെ,
അടുത്ത് അടുത്ത് 3 പോലെ 2 വെച്ച് 3 അതുപോലെ എഴുതി 4 2 പ്രാവശ്യം 14 2 പ്രാവശ്യം ഉണ്ട് 7 പ്രാവശ്യം ഉണ്ട് 7 കൊടുത്തു. ഇതുപോലെയല്ലോ എല്ലാം കൂടെ ഇൻറ്റു ചെയ്യാം. 7 14 42 84 84 × 3 84 2 252 കിട്ടും. ലസാഗു 252 കിട്ടും ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ആ വ്യത്യാസം ഉണ്ടല്ലോ, വ്യത്യാസം നോക്കിയാൽ 6 എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, ആ വ്യത്യാസം ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ എത്ര 252 6 വെച്ച് എത്ര 252 6 പോയാ 246. ഓക്കെ, ഈ മോഡൽ പഠിച്ചു വെച്ചിരിക്കുക പറഞ്ഞിട്ടല്ലോ. അപ്പൊ ഈ ഒരു മോഡലില് എന്ത് ചെയ്യുക, അവിടെ വ്യത്യാസം എപ്പോഴും തുല്യമായിരിക്കും പറഞ്ഞില്ല. നമ്മൾ ഹരിക്കുന്ന സംഖ്യയും അത് എത്ര കൊണ്ടാണ്, അതായത് ഏതുകൊണ്ടാണ് ഹരിക്കുന്നത് അതും പിന്നെന്താ അതിന്റെ ഷിഫ്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഷിഫ്റ്റ് നമ്മൾ വ്യത്യാസം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നത്, LC കണ്ടുപിടിച്ചിട്ട് ആ വ്യത്യാസം കുറയ്ക്കുക. ഓക്കെ, കൂട്ടരുത്, കുറയ്ക്കുക. ഈ മോഡലിൽ തന്നെ വേറെ കൂട്ടുന്ന സംഖ്യ കൂട്ടുന്ന ടൈപ്പ് ഉണ്ട് പറഞ്ഞിട്ടല്ലോ. ഇവിടെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, അപ്പൊ 246 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. സൺ എന്നത് RTTVMO എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് ഇങ്ങനെ കോഡ് ചെയ്തതാണ്. നോക്ക്, ഇവിടെ സണ്ണ്, ഇവിടെ S ഉണ്ട്. എസിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആറും ബി ഇവിടെ ഉണ്ട് കേട്ടോ, ഇല്ലേ? PQRST ആണല്ലോ. RST എന്നല്ലേ നമ്മൾ പറഞ്ഞത്, RST ആണല്ലോ. അപ്പോ ആറും എസ് നമ്മളുണ്ട്, ആറും ടി ഒന്നുണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത് രണ്ടാമത് ഇവിടെ യു അല്ലേ, രണ്ടാമത് യു ആണല്ലോ. യുവിന്റെ TUV ആണല്ലോ, TUV. ഇപ്പൊ ടി ഉണ്ട്, വി ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റർ അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ലെറ്റേഴ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, N എന്ന് പറയുമ്പം MO കണ്ടല്ലോ, NO അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ എന്നോട് ഉണ്ട്, M ഉം O ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ലെറ്റേഴ്സ് ആണ് എഴുതുന്നത്. അതേപോലെ ഈ പെന്ന് എന്ന് പറയുമ്പം എന്ത് ചെയ്യും, നമ്മള് MNOPQ ഇങ്ങനെ പറഞ്ഞ നമ്മള് MNOPQ ആണല്ലോ. അപ്പൊ പിക്ക് ലെഫ്റ്റിൽ റൈറ്റിലുള്ള ഓയും ക്യൂ ആണ് വരുന്നത് അല്ലോ. അപ്പൊ ഓയും ക്യൂവും അതിന് സ്റ്റാർട്ട് ചെയ്യണം. ഓയും ക്യൂവും വരുന്ന ഒറ്റ ഇതേ ഉള്ളൂ, അതായത് കണ്ടോ, വേറെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല കണ്ടോ. അവിടെ എന്താ ആ ഇ കൂടെ നോക്കാം. ഇ എന്ന് പറയുമ്പോ എന്താ, ABCDEF എന്നാണ് അല്ലോ. അപ്പൊ ഇക്ക് ചുറ്റുള്ള ഡിയും എഫും അങ്ങ് എടുക്കുക. കണ്ടോ, DF. N എന്ന് പറയുമ്പോൾ MOI നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എടുക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റർ അതിന്റെ ലെഫ്റ്റും റൈറ്റിലും ഉള്ള ലെറ്റേഴ്സ് അങ്ങ് എടുക്കുക. ഓക്കെ, അടുത്ത ചോദ്യം അല്പം ക്ലിയർ അല്ല, അവിടെ പ്ലസ് ആണ് കേട്ടോ. 1/5 1/5 സ്ക്വയർ 1/5 ക്യൂബ് ഈക്വൽ ടു ഡാഷ് എന്നാണ്. ഇതൊരു SCRT മോഡൽ ചോദ്യമാണ്. പഴയ 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഈ മോഡൽ ചോദ്യം ഉണ്ടായിരുന്നു, പഴയ ടെസ്റ്റിൽ. ഇപ്പൊ പുതിയ എന്നു അറിയില്ല. ഓക്കെ, അപ്പൊ 1/5 1/5 സ്ക്വയർ 1/5 ക്യൂബ് ദശാംശ സ്ഥാനമാണ് ചോദിച്ചുള്ളത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളിൽ എന്ത് ചെയ്യടാ, 5 2 ഈ ഒരു മോഡൽ വരുന്ന ചോദ്യങ്ങളിൽ ഇപ്പൊ ഇവിടെ 1/5 അല്ല, 5ന്റെ എന്തോടാ പവേഴ്സ് ആണ് വരുന്നതല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 2ന്റെ പവേഴ്സ് ഉണ്ട് മെയിലും താഴെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, അതായത് 5 × 2 ചെയ്യുമ്പോൾ എത്ര 10 കിട്ടും ആണല്ലോ. 5ഉം 2 ചെയ്യുമ്പോൾ 10 കിട്ടും ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നിങ്ങൾ 1/5 1/5 എന്ന് പറയുമ്പോൾ എത്ര 5 ഉണ്ടോ അത്രയും 2 ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്യുക കേട്ടല്ലോ. ഒരു 5 ഉള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 2 ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്തു. എത്ര ഇട്ടൂടാ, 1 × 2 എത്ര 2 അല്ലേ. അപ്പൊ 2/10 എന്ന് വരും. 2/10 എത്ര, 1 0. അവിടെ ഛേദത്തിൽ 1 0 അല്ലേ, അപ്പം ഒരു സ്ഥാനമായിട്ട് പോയിന്റ് എടുക്കുക, 0.2 എന്ന് വരും ആണല്ലോ. അത് 1/5 സ്കോർ നോക്കിയാലോ, 5ന്റെ സ്കോർ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 5 2 പ്രാവശ്യം ഉണ്ടല്ലോ. അപ്പൊ 2ഉം 2 പ്രാവശ്യം 2ന്റെ സ്കോർ കൊണ്ട് മേലിൽ നിന്നാലും ഇൻറ്റു ചെയ്യാം. 2ന്റെ സ്കോർ 4 4/, ഇവിടെ എത്ര ഇട്ടൂടെ ഇൻറ്റു ചെയ്യുമ്പോ, അത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണം, ഒരു 1 കൊടുത്തിട്ട് അവിടെ 5ന്റെയും 2ന്റെയും എണ്ണം സെയിം ആണല്ലോ, 2 പ്രാവശ്യം ഉണ്ട്. ഓക്കെ, അപ്പൊ 2 0 കൊടുത്തായി കണ്ടോ. അപ്പൊ അത് ചെയ്ത് നിൽക്കണ്ട. 5 2 പ്രാവശ്യം ഉണ്ട്, 2 2 പ്രാവശ്യം ഉണ്ട്. ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 100 ആയിരിക്കും കിട്ടുന്നത്. 2 0 കൊടുത്തായി കണ്ടല്ലോ. ഇവിടെ 4/100 എന്ന് വരും. എഴുതുമ്പോ 4 എഴുതിയിട്ട് 2 സ്ഥാനം മാറ്റണം ആണല്ലോ, ഒരു 0 കൊണ്ട് കൊടുക്കുക.
0.04. അതേപോലെ 1/5 ക്യൂബ് വരുമ്പോഴോ 3ന്റെ ക്യൂബ് കൊണ്ട് മേൽ എന്തായാലും ഇൻറ്റു ചെയ്യുക. 3ന്റെ ക്യൂബ് എത്ര? 8. 8/1 എത്ര 0 വരും? 3 പ്രാവശ്യമില്ലേ, അപ്പൊ 3 0 വരും. ഈക്വൽ ടു 8 എഴുതിയിട്ട് 3 സ്ഥാനമല്ലേ, 1 2 3 കേട്ടോ, പോയിന്റ് കൊടുത്തു. ഓക്കെ, ഇനി ഇതെല്ലാം കൂട്ടുക. 0.2 0.04 0.008 എല്ലാം പ്ലസ് ചെയ്യുക. ഇവിടെ മേൽ വേറൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ അവിടെ 0 കൊടുക്കുക എല്ലായിടത്തും. 8 4 8 4 2. ഓക്കെ, പ്ലസ് ചെയ്യാം. അപ്പൊ 0.248 എന്ന് കിട്ടും. ഓക്കെ, 248 ഇവിടെ ആദ്യ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഈ മോഡൽ ഓമിച്ചു വേണേ, കേട്ടോ, SCRT ചോദ്യമാണ്. അപ്പൊ എത്ര 5 ഉണ്ടോ അപ്പൊ 2ന്റെ പവർ കൊണ്ട് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് ഇൻറ്റു ചെയ്യുക, കേട്ടല്ലോ. ഇപ്പൊ 2ന്റെ പവർ ആണെങ്കിൽ എന്ത് ചെയ്യുക, 5 കൊണ്ട് വലുതായി ഇൻറ്റു ചെയ്യുക, 5ന്റെ പവർ കൊണ്ട്. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം, 1/2 1/2 സ്ക്വയർ 1/2 ക്യൂബ് അങ്ങനെ ചോദ്യം വരാം, കേട്ടല്ലോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യം പഠിച്ചിരിക്കുക, കേട്ടല്ലോ. 2 ആണെങ്കിൽ 5ന്റെ പവർ കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്യുക, 5ന്റെ ആണെങ്കിൽ 2ന്റെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. എപ്പോഴും താഴെ എന്ത് ചെയ്യുക, 5ന്റെയും 2ന്റെയും എണ്ണം സെയിം ആയി കൊടുക്കുക, കേട്ടല്ലോ. 5ന്റെയും 2ന്റെയും എണ്ണം താഴെ സെയിം ആയി കൊടുക്കുക, കേട്ടല്ലോ. ഇപ്പൊ 3/40 ചെയ്യുക. 40 നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 8 × 5, അപ്പം 2ന്റെ ക്യൂബ് ഇൻറ്റു 5 8 5 40. 2ന്റെ ക്യൂബ് ഇൻറ്റു 5 വരും. നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 3 പ്രാവശ്യം വരും, 5 ഒരിക്കൽ വരും, കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ 2 3 പ്രാവശ്യം ഉണ്ട് ഇല്ലേ, 3 പ്രാവശ്യം ഉണ്ട്, 5 ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാനായിട്ട് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക അവിടെ നിങ്ങൾ? നമുക്ക് 3 പ്രാവശ്യം 5 വേണം ആണല്ലോ, ഒരു 5 ഉണ്ടല്ലോ, അതുകൊണ്ട് ബാക്കി 2 എണ്ണം കൊണ്ട് മേലെ ഇൻറ്റു ചെയ്യുക, കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. താഴെ എപ്പോഴും 2ന്റെയും 5ന്റെയും എണ്ണം സെയിം ആയിരിക്കണം. അവിടെ 2 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ 5 3 പ്രാവശ്യം തന്നെ കൊടുക്കുക. ഓക്കെ, ഇല്ല അതുകൊണ്ട് ബാലൻസ് ചെയ്ത് മേലിൽ ഇൻറ്റു ചെയ്യുക. ഓക്കെ, ബാക്കി മേലിൽ എന്ത് ചെയ്യുക, 5ന്റെ സ്കോർ 25 × 3 ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബാക്കി പോയിന്റ് മാറ്റി കൊടുക്കുക. താഴെ 2 3 പ്രാവശ്യം ഉണ്ട്, 5 3 പ്രാവശ്യം ഉണ്ടല്ലോ, അപ്പൊ താഴെ എത്രയും വരുന്നത്, അവിടെ 5 25 75/1 3 0 വരും, കണ്ടോ. ബാക്കി പോയിന്റ് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, നമ്മുടെ ചോദ്യം കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. അത് 2 റൈസ് 3 × 3 റൈസ് 2, അടുത്ത് 2 റൈസ് 2 × 3 റൈസ് 3 എന്നീ സംഖ്യകളെ ലെസ്സാകും എത്രയാണ്. അപ്പൊ ഇത്തരം മോഡൽ എന്ത് ചെയ്യുക, നമ്മൾ ലെസ്സാകു കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ അതായത് ഇവിടെ ഇതുപോലെ പവർ വരുമ്പോൾ എപ്പോഴും സംഖ്യയുടെ ഹയസ്റ്റ് പവർ നോക്കി എടുക്കുക, ഉണ്ടല്ലോ. എപ്പോഴും ഹയസ്റ്റ് പവർ നോക്കി എടുക്കുക. HCF ആണ്, ഉസാഗയാണ് ചോദിക്കുന്നതെങ്കിൽ ലോവസ്റ്റ് ഏറ്റവും ചെറിയ പവർ നോക്കി എടുക്കുക. ലെസ്സാഗു ആണെങ്കിൽ വലിയ പവറും, ഉസാഗയാണെങ്കിൽ ചെറിയ പവറും. അപ്പൊ 2 സംഖ്യയിലും 2ന്റെ പവർ നോക്കണം. ഇവിടെ 2/2 ആണ്, ഇവിടെ 2/3 ആണല്ലോ. അപ്പൊ വലുതേത്, 2/3 എടുത്തത്. അതേപോലെ ഇവിടെ 3/2 ആണ്, ഇവിടെ 3/3 ആണ്. അപ്പൊ വലുത് 3/3 എടുത്ത്, കണ്ടോ. 2ന്റെ ക്യൂബ് 8 ആണ്, 3ന്റെ 27 ആണ്. 27 × 8 ചെയ്യുക, അപ്പൊ എത്ര ഇട്ടോടാ, 216 കിട്ടും. ഓക്കെ, അപ്പൊ വലിയ പവർ നോക്കി എടുക്കുക, കണ്ടോ. ഉസാഗ ചോദിച്ചാൽ എന്ത് ചെയ്യാടാ, ചെറിയ പവർ നോക്കി, എങ്കിൽ എന്ത് ചെയ്യണം, 2/2 3/2 കൊടുക്കണം, കേട്ടല്ലോ. ലെസ്സാഗ് വരുമ്പോൾ വലിയ പവറും, ഉസാഗ വരുമ്പോൾ ചെറിയ പവറും നോക്കിയെടുക്കും. അടുത്ത്, ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/h ആണ് എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ആണല്ലോ. ദൂരം കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, ദൂരം സമം വേഗത ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ, വേഗത ഇൻറ്റു സമയം ആണല്ലോ. വേഗത ഇവിടെ 90 ആണ്, അപ്പൊ 90 ഇൻറ്റു സമയം 15 മിനിറ്റ് ആണ് ആണല്ലോ. ഇങ്ങനെ അടിച്ച് ചെയ്താൽ പോരാ, അവിടെ എന്ത് ചെയ്യാം, നമുക്കിവിടെ 15 മിനിറ്റ് ആയതുകൊണ്ട് മിനിറ്റിന് എന്ത് ചെയ്യണം, മണിക്കൂറിലോട്ട് മാറ്റണം. ഓക്കെ, മണിക്കൂറിലോട്ട് മാറ്റും. ക്ലിയർ ആയോ? അപ്പൊ 15 മിനിറ്റ് എന്നാണ്, അതിനെന്ത് ചെയ്യുക, മണിക്കൂറിലോട്ട് മാറ്റുക. അപ്പൊ എന്ത് ചെയ്യുക, 60 കൊണ്ട് ഭാഗിക്കുക. അപ്പൊ ദൂരം സമം വേഗത ഇൻറ്റു സമയമാണ് ആണല്ലോ. അപ്പൊ വേഗത 90 എന്നുണ്ട്, അത് 90 km/h എന്നാണ്, മണിക്കൂറിലാണ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് 15 മിനിറ്റ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, 15 മിനിറ്റിന് മണിക്കൂറിലോട്ട് മാറ്റുക, അതുകൊണ്ട് 60 കൊണ്ട് ഭാഗിച്ചു. ബാക്കി ഒരു 0 0 കിട്ടാം. 6 9 കിട്ടി. 6 3 2 പ്രാവശ്യം, 9 3 3 പ്രാവശ്യം. ഓക്കെ, ബാക്കി 3 × 15 എത്ര കിട്ടും, 45/2. 45/2 ചെയ്യുമ്പോൾ എത്ര, 22.5.
45/2 ചെയ്യുക, ഭാഗിച്ചു നോക്കുക, 22.5 കിലോമീറ്റർ എന്ന് കിട്ടും കേട്ടല്ലോ. അല്ലെ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, 1 മണിക്കൂറിന് 4 ഭാഗമല്ലേ. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിന് 4 ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യുക, 90 അല്ലെ 90 4 എടുക്കുക. അത് സിമ്പിൾ ലോജിക്ക് വെച്ച് എടുക്കുന്നത്. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിന് 4 ഭാഗമാണ് ആണല്ലോ. 15, 30, 45, 60 അങ്ങനെയല്ലേ പോകുന്നത്. 15 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മണിക്കൂറിന് 4 ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യുക, 90 4 എടുക്കുക ഡയറക്റ്റ്. അങ്ങനെയും ചെയ്യാം. 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണമെന്നാണ് അടുത്ത ചോദ്യം. അപ്പോ 1250 രൂപ എന്ത് ചെയ്തു, ഇപ്പൊ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഓക്കെ, അപ്പോ അവിടെ മുതൽ എന്ന് പറഞ്ഞത് 1250 ആണല്ലോ. അപ്പൊ പി 1250 എന്നുണ്ട്, 1250 എന്നുണ്ട്. പിന്നെയോ അവിടെ പലിശ നിരക്ക് 5% സാധാരണ പലിശ നിരക്കിൽ നിന്നാണ്. അപ്പൊ 6 എത്ര എന്നുണ്ട്, 5 എന്നുണ്ട്, 5%. അങ്ങനെയാണെങ്കിൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണമെന്നാണ് ചോദിച്ചുള്ളത് ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പലിശ കണ്ടുപിടിക്കാം. പലിശ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, പലിശ I/2 അവിടെ എന്ത് ചെയ്യാം, ഇപ്പോ നിലവിൽ 1750 ആയി. നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തത്, 1750 ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് ആണല്ലോ. തമ്മിൽ കുറയ്ക്കുക, 1250 1750 വ്യത്യാസം എത്ര ചെയ്യുമ്പോൾ നമുക്ക് 500 എന്ന് കിട്ടും. അപ്പൊ പലിശ എത്ര രൂപ, 500 രൂപ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്തോ, എത്ര വർഷത്തേക്കാണെന്നാണ്, അതായത് n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ n കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, n equal to I into 100 by PR. I into 100 by PR ആണ് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് പലിശ കണ്ടുപിടിക്കാൻ അറിയാലോ, I equal to I സമം PNR by 100 അറിയാലോ, അത് കൊടുത്ത് മാറ്റിയെടുത്താണ് ഇത്. ഓക്കെ, n equal to I into 100 by PR. ഇപ്പൊ P ആണ് ചോദിക്കുന്നതെങ്കിലോ I into 100 by NR. R ആണ് ചോദിക്കുന്നതെങ്കിൽ I into 100 by NP. ഓക്കെ, അത്രേ ഉള്ളൂ. ഈക്വൽ ടു I എന്ന് പറയുമ്പോൾ എത്ര പലിശ 500. ഓക്കെ, 500 into 100 by PR എന്ന് പറയുമ്പോൾ, P എന്ന് പറയുമ്പോൾ മുതൽ 1250 ആയിരുന്നു, ഇൻറ്റു പലിശ നിരക്ക് 5 കൊടുക്കാലോ. ഇനി 0 0 വെട്ടി, 5 50 വെട്ടി, 10 പ്രാവശ്യം. ഇനി 125 5 വെച്ച് വെട്ടുക, 25 പ്രാവശ്യം പോവും. ഓക്കെ, 10 വെട്ടാം, 10 5 2 പ്രാവശ്യം പോയി. ഓക്കെ, വീണ്ടും 25 5 പ്രാവശ്യം, 100 5 20 പ്രാവശ്യം, 5 1 പ്രാവശ്യം, 20 5 4 പ്രാവശ്യം. ഓക്കെ, ബാക്കി ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. നല്ലോ, 2 × 4 എത്ര, 8 എന്ന് കിട്ടും. 8 എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ഇക്വേഷനിൽ കൊടുത്താൽ മതി, നമുക്ക് പലിശ കണ്ടുപിടിക്കുന്നുള്ളൂ. ഇനി ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800 760 780 750 720 എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ, 6 ദിവസത്തെ കൂലി അല്ലെങ്കിൽ 6 ദിവസത്തെ ശരാശരി കൂലി എത്ര ഉണ്ട്, 775 എന്നുണ്ട്. 6 ദിവസത്തെ ശരാശരി കൂലി 775 എന്നുണ്ട്. 5 ദിവസത്തെ സെപ്പറേറ്റ് കൂലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ദിവസത്തെ കൂലി എത്രയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം 5 ദിവസത്തെ ടോട്ടൽ കൂലി എത്ര കണ്ടുപിടിക്കുക. 5 ദിവസത്തെ ആകെ കൂലി എത്ര കണ്ടുപിടിക്കുക. അപ്പൊ അതിനുവേണ്ടി 800 കൂട്ടാണ്, 800 പ്ലസ് 760 780 750 720 എല്ലാം കൂടെ കൂട്ടുക. ഓക്കെ, കൂട്ടുമ്പോൾ 800 760 780 750 720. ഓക്കെ, എല്ലാം കൂടെ 0 5 2 7 15 21 2 ഷിഫ്റ്റം 7 9 16 16 23 30 38 3810 എന്ന് കിട്ടും. 3810. ഇത് 5 ദിവസത്തെ ആകെ കൂലിയാണ് ആണല്ലോ. 6 ദിവസത്തെ ശരാശരി കൂലി എത്രയുണ്ട്, 775 ഉണ്ട്. ഓക്കെ, അപ്പൊ 6 ദിവസത്തെ ആകെ കൂലി കാണാനായിട്ട് അവിടെ എന്ത് ചെയ്യാം, ശരാശരി ഇൻറ്റു എണ്ണം ചെയ്യാം. ആകെ എന്ന് പറയുമ്പോൾ ശരാശരി ഇൻറ്റു എണ്ണമാണ്, ശരാശരി ഇൻറ്റു എണ്ണമാണ്. ഓക്കെ, അപ്പൊ ശരാശരി എത്ര, 775
ഇൻറ്റു എണ്ണം 6 ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 6 30 3 7 42 45 4 6 42 46 4680 എന്ന് കിട്ടും. ഓക്കെ, 4650. ഇനി 6ാമത്തെ ദിവസത്തെ കൂലി എത്രയാണ് ചോദിക്കുന്നത് ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യാൻ മതി? 6 ദിവസത്തെ ആകെ കൂലി കിട്ടി, 5 ദിവസത്തെ കിട്ടി, തമ്മിൽ കുറയ്ക്കുക. ഓക്കെ, തമ്മിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. 4650 മൈനസ് 3810. ഓക്കെ, കുറയ്ക്കുമ്പോൾ 0 5 നിന്ന് വെച്ചാൽ 4 6 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക? കടം എടുത്ത് 16 ഇവിടെ 3 16 ഇട്ട് വെച്ചാൽ 8 840 കിട്ടും. ഓക്കെ, അപ്പൊ 5 ദിവസത്തെ ടോട്ടൽ എടുത്ത് പിന്നെ എന്ത് ചെയ്തു? അതിലവിടെ കൂട്ടിയാൽ മതി. 6 ദിവസത്തെ ടോട്ടൽ ആകെയാണ് കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? ശരാശരി ഇൻറ്റു എണ്ണം ചെയ്തു ആണല്ലോ, തമ്മിൽ കുറയ്ക്കാം. ഓക്കെ, എളുപ്പമല്ലേ? അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര എന്നാണ്? എളുപ്പമുണ്ടോ? 40% 160 എന്നുണ്ട്. ഓക്കെ, 40% 160 എന്നുണ്ട്. അങ്ങനെ ചോദിച്ചുള്ളൂ 30% ചോദിച്ചുള്ളത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ക്രോസ് ചെയ്യേ. 30 × 160 ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഉള്ള എന്ത് ചെയ്യുക? നേരെ ക്രോസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിന് നേരെ ഓപ്പോസിറ്റുള്ള എന്ത് ചെയ്യുക? കൊണ്ട് ഭാഗിക്കുക 40. ഓക്കെ, ക്രോസ് ചെയ്യാം. 30 × 160 / 40 ചെയ്യാൽ മതി. ഓക്കെ, 0 0 വെട്ടി 4 16 4 പ്രാവശ്യം 4 × 30 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120 കിട്ടും. ഓക്കെ, എളുപ്പമല്ലേ? അപ്പൊ 40% 160 ഉണ്ട്. ആരോട്ട് കൊടുക്കുക? എന്നിട്ട് 30% ചോദിച്ചുള്ളൂ. എന്നിട്ട് ജസ്റ്റ് എന്ത് ഒന്ന് ക്രോസ് ചെയ്ത് എടുത്താൽ ക്വസ്റ്റ്യൻ മാർക്കിന് നേരെ ഓപ്പോസിറ്റുള്ള എന്ത് ചെയ്യാം? താഴെ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യം ബോട്ട് മാസ് ആണ്. ബോട്ട് മാസ് ആണ്. അപ്പൊ അതിനായിട്ട് 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 8 എന്നുണ്ട് ആണല്ലോ. അപ്പൊ അത് 48 മേൽ നോക്കടാ 12 × 3 ഉണ്ടല്ലോ, ഗുണനമുണ്ട്. അപ്പൊ ആദ്യം ചെയ്യാം. 12 × 3 എത്ര? 36 പ്ലസ് 8 ബൈ താഴെയോ 10 മൈനസ് 18/3 ഉണ്ടല്ലോ. 18/3 എത്ര കിട്ടും? 18/3 6 എന്ന് കിട്ടും. ഓക്കെ, മേലിൽ ഗുണനമുണ്ട്, താഴെ ഹരണമുണ്ട്. അത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് 48 36 വെച്ച് 12 12 കിട്ടും 20 20/10 മൈനസ് 6 എത്ര? 4 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ബോട്ട് മാസ് ചേർന്നേ ഉള്ളൂ, എളുപ്പമാണ്. ഓക്കെ, അപ്പൊ എത്രയാണ് 20 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോ അത്യാവശ്യം നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. SCERT പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്ന എക്സാമുകൾക്ക് എന്ത് ചെയ്യുക? മാക്സിമം SCERT പാഠഭാഗങ്ങൾ കൂടെ മുൻതൂക്കം കൊടുക്കുക. ഓക്കെ, പിന്നെ കഴിയുന്ന മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലേൺ ഫോർ PSC എന്നതിനുള്ള പേര് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ലേൺ ഫോർ PSC ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അതിന് ഡൗട്ട് നീ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യുക? ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.